ഇനി നമുക്ക് തേർഡ് ട്രൈ ദീസ് ചെയ്യാം. ഇത് നമ്മുടെ ലോയിൻ്റെ ട്രൈ ദീസ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സിംപ്ലിഫൈ ആൻഡ് റൈറ്റ് ഇൻ എക്സ്പൊണൻഷ്യൽ ഫോം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. -2 റേസ് ടു -3 ഇൻറ്റു -2 റേസ് ടു -4. സിംപ്ലിഫൈ ആൻഡ് റൈറ്റ് ഇൻ എക്സ്പൊണൻഷ്യൽ ഫോം എന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിൽ സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് ഇക്വേഷൻ അറിയാം. ഇതെന്ത് ഫോമാണ്? a raised to m ഇൻറ്റു a raised to n അല്ലേ? a raised to m ഇൻറ്റു a raised to n എന്താ? a raised to m പ്ലസ് n. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. a എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? -2 ആണ്. റേസ് ടു m പ്ലസ് n. m എന്ന് പറഞ്ഞാൽ എന്താ? -3 പ്ലസ് -4. അപ്പോൾ എന്തെന്ന് വരും? ഇതെന്താ? പ്ലസ് മൈനസ് മീൻസ് വാട്ട്? മൈനസ് അല്ലേ? അപ്പം -3 -4 എന്താ? സെയിം സൈൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് പുട്ട് കോമൺ സൈൻ. അപ്പോൾ -2 റേസ് ടു -7 എന്നൊരു ആൻസർ. ഈ നെഗറ്റീവിന് നമ്മൾ പവറിലുള്ള നെഗറ്റീവ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യാണ്. അതായത് ഇപ്പോൾ a റേസ് ടു -m എന്ന് പറഞ്ഞാൽ എന്താക്കും? a റേസ് ടു 1/a റേസ് ടു m എന്നാക്കി കഴിഞ്ഞാൽ അത് പോസിറ്റീവായി അല്ലേ? അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. അപ്പോൾ എന്തെന്ന് വരും? ഈക്വൽ ടു 1/-2 റേസ് ടു -7 എന്ന് പറഞ്ഞത് 7 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ. നമുക്ക് രണ്ടാമത്തെ ചെയ്യാം. രണ്ടാമത്തെ പറഞ്ഞേക്കണത് p³ ഇൻറ്റു p റേസ് ടു -10. സെയിം തന്നെ. ഇതെന്താ? a റേസ് ടു m ഇൻറ്റു a റേസ് ടു n. എന്താണ്? a റേസ് ടു m പ്ലസ് n. a എന്താ ഇവിടെ? p ആണ് അല്ലേ? p റേസ് ടു -3 പ്ലസ് n എന്ന് പറഞ്ഞാൽ എന്താ? -10. പ്ലസ് മൈനസ് മീൻസ് വാട്ട്? പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ്. അപ്പോൾ p റേസ് ടു 3 - 10. ഇതെന്താ? 3ൻ്റെ സിമ്പിൾ എന്താണ്? പോസിറ്റീവാണ്. 10ൻ്റെയോ? നെഗറ്റീവ്. അപ്പോൾ ഡിഫറൻസ് സൈൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ രണ്ട് നമ്പറും കൂടെ സെപ്പറേറ്റ് ചെയ്യുക. വലുതിൻ്റെ സിമ്പിൾ കൊടുക്കുക. വലുതിടാര 10 അല്ലേ? അപ്പോൾ 10ൻ്റെ സിമ്പിൾ ഇടുക. ഇനി ഇത് ഇപ്പം എന്ത് ഫോമാ? a റേസ് ടു -m. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ ആക്കി എഴുതണം? പോസിറ്റീവ് പവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 1/8 എഴുതണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? 1/p റേസ് ടു 7. ഇനി അടുത്തത് തേർഡ് വൺ. 3 റേസ് ടു 2 ഇൻറ്റു 3 റേസ് ടു -5 ഇൻറ്റു 3 റേസ് ടു 6. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇതെന്ത് ഫോമാ? a റേസ് ടു m ഇൻറ്റു a റേസ് ടു n. അപ്പോൾ എന്താ? രണ്ടെണ്ണം എടുത്ത് ചെയ്യുക. ഓക്കെ, അപ്പോൾ a റേസ് ടു m ഇൻറ്റു a റേസ് ടു n എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? a റേസ് ടു m പ്ലസ് n. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ? 3 റേസ് ടു 2 പ്ലസ് -5. 3 റേസ് ടു 2 - 5 ഈക്വൽ ടു 3 റേസ് ടു -3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 റേസ് ടു -3. ബാക്കിയുള്ളതുണ്ട് എന്താ? ഇൻറ്റു 3 റേസ് ടു 6. ഇതെന്തെന്ന് വരും? a റേസ് ടു m ഇൻറ്റു a റേസ് ടു n. സെയിം തന്നെയല്ലേ? ഇപ്പം എന്താ? a റേസ് ടു m പ്ലസ് n. 3 റേസ് ടു -3 പ്ലസ് 6. ഓപ്പോസിറ്റ് സൈൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് പുട്ട് ബിഗ് നമ്പർ സൈൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് കുറച്ചും കൂടി ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസും കൂടി എഴുതാം. a റേസ് ടു m ഹോൾ റേസ് ടു n ഈക്വൽ ടു a റേസ് ടു m ഇൻറ്റു n. ഇത് അടുത്ത ലോയാണ്. പിന്നെ അടുത്ത ലോ എന്ന് പറഞ്ഞാൽ a റേസ് ടു m ഇൻറ്റു b റേസ് ടു m ഈക്വൽ ടു ab ഹോൾ റേസ് ടു m. അതായത് a ഇൻറ്റു b ഹോൾ റേസ് ടു m. അടുത്തത് a റേസ് ടു m ബൈ b റേസ് ടു m. അങ്ങനെയുള്ളതിനെ എനിക്ക് എഴുതാം a ബൈ b ഹോൾ റേസ് ടു m എന്ന് എഴുതാം. പിന്നെ നമുക്കറിയാമല്ലോ a റേസ് ടു 0 എന്താ? 1 ആണ്. പിന്നെ a ബൈ b ഹോൾ റേസ് ടു -m ആണെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? b ബൈ a ഹോൾ റേസ് ടു m ആവും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എക്സ്പോണൻസിൻ്റെ ലോകൾ. അപ്പോൾ ഈ ലോകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഈ ലോകളെല്ലാം നന്നായിട്ട് പഠിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾസാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സോൾവ് ചെയ്യാം.